ഈ മലപ്പുറം ജില്ലയിൽ റമദാൻ മാസത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു ആഘോഷമാണ് ഇഫ്താറുകൾ. ഇഫ്താറുകളൊക്കെ പലതരത്തിൽ ആഘോഷമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. 5 സ്റ്റാർ ഇഫ്താറുണ്ട്, നാടൻ ഇഫ്താറുണ്ട്. ഇതൊന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഫ്താറിനെ കുറിച്ചാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. വണ്ടൂര് ചെട്ടിയാറമ്മൽ എന്ന സ്ഥലത്താണ് ഈ ഇഫ്താർ. കപ്പ തുറവി എന്നാണ് ഈ ഇഫ്താറിൻ്റെ പേര് തന്നെ. എന്താണ് അത് എന്നുള്ളത് നമുക്ക് ചെട്ടിയാറമ്മലുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കപ്പയാണ് ഈ ഇഫ്താറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. കപ്പയും ബീഫും ഉപയോഗിച്ചുള്ള ബിരിയാണിയാണ് ഇഫ്താറിൻ്റെ പ്രധാനമായിട്ട് വിഭവം. അപ്പോൾ അതിനും ഒപ്പം ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം അതിനൊപ്പം കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം എന്താണ്, ഈ ഒരു കപ്പ തുറവി എന്നുള്ള ചരിത്രം ചെട്ടിയാറമ്മലുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ പേരിൽ തന്നെ സാധാരണ ഇഫ്താർ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. പക്ഷേ കപ്പ തുറവിയാണ് ചെട്ടിയാറമ്മലിൻ്റെ ഈ റമദാൻ 25 ഒരു വിശേഷം. എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ നാട്ടിലൊരു മാനു എന്ന് പറഞ്ഞു, ഉമ്രാജാക്കാരൻ്റെ മാനു എന്ന് പറയും. അദ്ദേഹം മരണപ്പെട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകളെ കൂടിയിട്ട് കുറച്ച് പണം സമ്പാദിച്ചിട്ട്, അപ്പോൾ അത് ബസ് സ്റ്റോപ്പിന് അറ്റ തികയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ ആ പൈസ ഇതിലേക്ക് നീക്കി വെച്ചിക്കാണ്ട് അതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അതിലൂടെയാണ് ഇത് തുടങ്ങി വെച്ചത്. ഒരു ഏകദേശം ഒരു 30-35 വർഷം മുന്നേ. അപ്പോൾ ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫസ്റ്റ് നടത്തുന്നത്. വിഭവം തന്നെയായിരുന്നു. അതെ അതെ. ഇത് ഈ സംഭവം, ഈ കപ്പയും ബീഫ്, ഈ റമദാനിന് ഈ നോമ്പ് തുറക്കാൻ പറ്റൂല എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. അപ്പോൾ അന്നങ്ങനെ തുടങ്ങി വെച്ചു. അത് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്. എല്ലാവരും പെട്ടെന്ന് കഴിച്ച് ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ അതോട് പിന്നെ അങ്ങനെ നടത്തി വന്ന് റമദാൻ 25 തന്നെയാണ്. റമദാൻ 25 ഈ റമദാൻ 25 ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നടത്തല്. അതാ പ്രാവശ്യം അങ്ങനെ നടത്തി, പിന്നെ പിറ്റത്തെ പ്രാവശ്യം നടത്തി. പിന്നെ ഇതിങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ തലമുറ അങ്ങനെ ഏറ്റെടുത്തിട്ട് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം 720ഓളം കിലോ കപ്പയാണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 400ഓളം കിലോ ബീഫുമാണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പിന്നെ വർഷം തോറും പുരോഗമിച്ച് വരികയാണ്. ഇതിൽ ഞങ്ങൾക്ക് യുവാക്കൾക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്നുള്ളത്, ഇപ്പോൾ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന MDMA, കഞ്ചാവ് പോലുള്ള ലഹരികൾ കൊണ്ടല്ല ഏറ്റവും വലിയ ലഹരി എന്നുള്ളത്, ഇതുപോലുള്ള കൂട്ടായ്മകളാണ് ഏറ്റവും വലിയ ലഹരി എന്നുള്ളതും, ഇതുപോലുള്ള സാംസ്കാരിക സംഗമങ്ങളാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളതും, ഇതിൽ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് പങ്കെടുക്കുന്ന ഈ ഒരു സംഭവം, ഇതുപോലത്തെ കാര്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളതാണ് പുതുതലമുറയോട് ഇതുമായിട്ടുള്ള ഒരു മെസ്സേജായിട്ട് ഞങ്ങൾ കൊടുക്കാനുള്ളത്. അതിൻ്റെ ചിലവൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ചെലവ് കണ്ടെത്തുന്നത് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള പിന്നെ ചെറിയ കുട്ടികളടക്കം വലിയ മുതിർന്നവർ ഓരോ ടീമുകളായിട്ട് പിന്നെ ഞങ്ങൾ കപ്പ് സ്പോൺസർ ചെയ്യാം. പിന്നെ ഞങ്ങൾ ഈ ഡെക്കറേഷൻ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം, ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. ഈ ബാക്കിയില്ല പിന്നെ ഇവിടെ നാട്ടിലുള്ള ഇവിടെ പാചകക്കാർ ഒരുപാട് ഉള്ള ഏരിയയാണ് ഇവിടെ. അപ്പോൾ അത് അവരെ കൊണ്ട് കഴിയുന്ന അങ്ങനെ എന്തെല്ലാമാണ് ആവശ്യം അതൊക്കെ ഒന്നിച്ചങ്ങ് ചെയ്യാം, അങ്ങനെ കൂടിയിട്ട് അങ്ങനെ ചെയ്യും. ഏകദേശം ഞങ്ങൾ ഇതിലിപ്പോൾ ഞങ്ങൾ 3.5-4 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും. കപ്പയൊന്ന് കണ്ടാലോ? ഈ കപ്പ ബിരിയാണി ആണെങ്കിലും ഇവിടെ കപ്പയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം പാക്ക് ചെയ്യാൻ ഇവിടെ കുറെ പേർക്ക് കൊടുത്തയച്ചു കഴിഞ്ഞു. വീടുകളിൽ കൊടുത്തയച്ചു. 500 വീടുകളോളം കൊടുത്തയച്ചു. ഇവിടെ ഇനിയുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് റാഹത്തായിട്ട് പോകും. ഈ കപ്പയൊക്കെ ഇതിനു വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നതാണ് ഞാൻ കേട്ടത് അല്ലേ? കൃഷി എന്ന് പറയുന്ന ആളാണ്. പിന്നെ 2-3 വർഷങ്ങളായിട്ട് അദ്ദേഹമാണ് തുടർച്ചയായിട്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം കൃഷി ചെയ്യുന്ന കപ്പയാണ്. അദ്ദേഹമാണ് 3 പ്രാവശ്യം തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ കപ്പ. ഈ നാട്ടുകാരനാണ്, അദ്ദേഹമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കപ്പകൾ കൃഷി ചെയ്യുന്നത്. ഇഫ്താറും റംദാനൊന്നും മലപ്പുറത്തുകാർക്ക് മുസ്ലിങ്ങളുടെ മാത്രമല്ല, എല്ലാവരും കൂടിയാണല്ലേ? അതെ, എല്ലാവർക്കും കൂടിയാണ്. ജാതി മത ഭേദമന്യാണ് ഇത് നടക്കുന്നത്. എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഇതിലുണ്ട്. ഏകദേശം 2000-ന് പുറമെ ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ഇഫ്താറുമായിട്ട് സഹകരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വർഷം തോറും ഇത് കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കൂടുതൽ ആൾക്കാർ ഏർപ്പെടുത്തിയുള്ള പരിപാടിയാണ്. ഇന്നലെ രാത്രിട്ട് നേരം വെളുത്തതിൽ കുട്ടികളും എല്ലാവരും ഭയങ്കര ആരും പോകുന്നില്ല വീട്ടിലേക്ക്, ആവേശത്തിലേക്കായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ ചെട്ടിയാറമ്മലിലെ കപ്പത്തുറവിയുടെ കഥ. ഇത് 35 വർഷമായി തുടരുന്ന ഒരു ആഘോഷമാണ് ഈ നാടിന്. ഓരോ വർഷവും മുൻ വർഷത്തേക്കാൾ എങ്ങനെ മികച്ചതാക്കാം എന്ന കാര്യത്തിൽ മത്സരിക്കുകയാണ് സംഘാടകരൊക്കെ. എന്നാണെങ്കിലും മലപ്പുറത്തിൻ്റെ ഈ വ്യത്യസ്തമായ നോമ്പുതുറ വിശേഷം കേരളത്തിൽ പലയിടത്തും പുതിയ ഒരു സംഭവമായി തോന്നുമെങ്കിലും
മലപ്പുറംകാർക്ക് ഇത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ റമദാനും ഇഫ്താറും ഒക്കെ എല്ലാവരുടേതുമായിട്ടാണ് ഈ നാട് ആഘോഷിക്കുന്നത്. ചെട്ടിയാർമലിലെ കപ്പത്തുറവിയും അതുപോലെ തന്നെ ഈ നാട് ആഘോഷമാക്കുന്ന ഒന്നാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.